നമുക്ക് രണ്ട് സെന്റൻസ് പരിചയപ്പെടാം. അത് ഇതാണ് ഈ സെന്റൻസുകൾ. അയാൾ 2 മണിക്കൂറായി കാറിനെയും കാത്ത് നിൽക്കുകയാണ്. അയാൾ 2 മണിക്കൂറായി കാറിനെയും കാത്ത് നിൽക്കുകയാണ്. ഇതാണ് ഒരു സെന്റൻസ്. രണ്ടാമത്തെ സെന്റൻസ്, അയാൾ 2 മണി മുതൽ കാറിനെയും കാത്ത് നിൽക്കുകയാണ്. അയാൾ 2 മണി മുതൽ കാറിനെയും കാത്ത് നിൽക്കുകയാണ്. ഇതാണ് രണ്ട് സെന്റൻസുകൾ. ഈ രണ്ട് സെന്റൻസുകളും ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഒന്നാമത്തേതായി, അയാൾ 2 മണിക്കൂറായി കാറിനെയും കാത്ത് നിൽക്കുകയാണ്. അതായത് ഇവിടെ എത്ര മണിക്കൂറായി അയാൾ കാറിനെയും കാത്ത് നിൽക്കുകയാണ് എന്നുള്ള ആ എമൗണ്ട് ഓഫ് ടൈം ആണ് ഇവിടെ പറയുന്നത്. അയാൾ എത്ര മണിക്കൂറായി കാറിനെയും കാത്ത് നിൽക്കുന്നു, ആ ഒരു എമൗണ്ട്, ടോട്ടൽ ടൈം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന സെന്റൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾക്ക് തൽക്കാലത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. ഇത് എന്നോട് ഒരാള് പറഞ്ഞ സെന്റൻസ് ആണ്, പക്ഷെ ഇതിലൊരു തെറ്റുണ്ട്. നമ്മൾ പിന്നീട് അതിലേക്ക് വരാം. അപ്പോൾ തൽക്കാലം അറിയേണ്ടത്, 2 മണിക്കൂറായിട്ട് എന്നുള്ളതിന് 2 hours എന്നാണ് പറയുക. 2 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള എത്ര മണിക്കൂർ? 2 ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നു. 2 hours, 2 days. 2 വർഷമായിട്ട്, 2 years. 2 മാസമായിട്ട്, 2 months. 2 ആഴ്ചയായിട്ട്, 2 weeks. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് 4 എന്നാണ് ഉപയോഗിക്കുക. അതായത് മൊത്തം എമൗണ്ട് എത്രയാണെന്ന് പറയാൻ വേണ്ടി നമുക്ക് ഇവിടെ 4 ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തത്, ഇത്ര മണി മുതൽ കാത്തു നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ സിൻസ് ആണ് ഉപയോഗിക്കാറ്. സിൻസ് 2 PM, 2 മണി മുതൽ, 2 മണി മുതൽ, 5 മണി മുതൽ, സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ, സിൻസ് ലാസ്റ്റ് മൺഡേ, കഴിഞ്ഞ മൺഡേ മുതൽ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ഇത്ര സമയം മുതൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയാൻ നമ്മൾ സിൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ മൊത്തം എമൗണ്ട് ഓഫ് ടൈം പറയുവാൻ വേണ്ടി നമ്മൾ 4 ഉപയോഗിക്കുന്നു. എത്ര മണി മുതൽ എന്ന് പറയുവാൻ വേണ്ടി നമ്മൾ സിൻസും ഉപയോഗിക്കുന്നു. ഇതാണ് ഈ സെന്റൻസിനെ കുറിച്ച് നിങ്ങൾ പ്രാഥമികമായിട്ടും അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യം. ഇനി ഇതിലെ തെറ്റും ശരിയും എന്താണ് എന്ന് നമുക്ക് നോക്കാം. He is waiting for the car since 2 PM. 2 മണി മുതൽ അദ്ദേഹം കാറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതായത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ING. അതായത് സബ്ജക്റ്റ് ഹി, പിന്നെ ഈസ് പ്ലസ് വെയിറ്റ് പ്ലസ് ING. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ടെൻസ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇത് ശരിക്കും ഹി ഈസ് വെയിറ്റിംഗ് ഫോർ ദ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടം വരെ ശരിയാണ്. അയാൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടം വരെ ഈ സെന്റൻസ് ശരിയാണ്. കാരണം കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. എന്നാൽ സിൻസ് 2 PM, 2 മണി മുതൽ എന്ന് പറയുമ്പോൾ അവിടെ ആക്ഷൻ പുറകിലേക്ക് പോവുകയാണ്. നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. 2 മണി മുതൽ അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ആക്ഷൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ റൈറ്റ് നൗ, ഇപ്പോൾ നടക്കുന്ന ആക്ഷനെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് നമ്മൾ പറയുന്നത്. ഹി ഈസ് റീഡിങ്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഷീ ഈസ് വാച്ചിങ് ദി TV, അവൾ TV കണ്ടുകൊണ്ടിരിക്കുന്നു. ദേ ആർ പ്ലേയിങ്, അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു.
വി ആർ ഈറ്റിംഗ്, നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ്. ഇപ്പോൾ റൈറ്റ് നൗ നടക്കുന്ന കാര്യങ്ങളെ പറയുവാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ 2 മണി മുതൽ ഈ ആക്ഷൻ തുടങ്ങി എന്ന് പറയുമ്പോൾ നേരത്തെ ഇത് ബിഗാൻ, ദ ആക്ഷൻ ബിഗാൻ ഇൻ ദി പാസ്റ്റ്, നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നേരത്തെ തുടങ്ങിയ ആക്ഷനെ നമ്മൾക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ആ ടെൻസ് തെറ്റാണ്, ആ വാചകം ഇൻകറക്റ്റ് ആണ്. ചിലര് ഇങ്ങനെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. ഹീസ് വെയിറ്റിംഗ് ഫോർ ദ കാർ, ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട് സിൻസ് 2 PM. സിൻസ് 2 PM പറഞ്ഞില്ലെങ്കിൽ കറക്റ്റ് ആണ്. ഐ എം വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കറക്റ്റ് ആണ്. എന്നാൽ 2 മണി മുതൽ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയണമെങ്കിൽ ഇതല്ല, ടെൻസ് വേറെയാണ്, അത് മാറും. അതുപോലെ തന്നെ 2 മണിക്കൂറായിട്ട് കാത്തുകൊണ്ടിരിക്കുകയാണ് കാറിന് വേണ്ടിയിട്ട്. ഹീസ് വെയിറ്റിംഗ് ഫോർ ദ കാർ ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് കാത്തുകൊണ്ടിരിക്കുന്നു. അപ്പം 2 മണി മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു, 2 മണിക്കൂറായിട്ട് കാത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ നിങ്ങൾക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞു, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ആക്ഷൻ ആണ്. ഈ ആക്ഷൻ 2 മണിക്കൂർ മുമ്പേ തുടങ്ങിയതാണ്, നേരത്തെ തുടങ്ങി, അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് ഓൺ. അങ്ങനെയുള്ള ആക്ഷനെ നമ്മൾക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലല്ല പറയുക, പകരം ഇങ്ങനെയാണ് നമ്മൾ പറയുക. ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ കാർ ഫോർ 2 hours. അവൻ 2 മണിക്കൂറായിട്ട് കാറ് കാത്ത് നിൽക്കുകയാണ്. ഹാസ് ബീൻ വരുമ്പം ആ ടെൻസിന് പറയുന്ന പേരാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ല, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഒരു ആക്ഷൻ നേരത്തെ തുടങ്ങുകയും ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത് പറയുവാൻ നമ്മൾക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കാറ്. അപ്പൊ ഇവിടെ 2 മണിക്കൂറായിട്ട് കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നതിന് ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ കാർ ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ ഫോർ 2 hours എന്താണെന്ന് ഞാൻ പറഞ്ഞു. മൊത്തം എമൗണ്ട് ഓഫ് ടൈം പറയുമ്പോൾ ഫോർ 2 hours എന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എത്ര മണി മുതൽ കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നതിന് സിൻസ് 2 PM എന്നും പറയണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ തന്നെ നമ്മൾക്ക് പറയാവുന്നതാണ്. ഐ ഹാവ് ബീൻ വാച്ചിങ് TV ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 2 hours. ഞാൻ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ തിരിച്ച് ഇത്ര മണി മുതൽ എന്ന് പറയണമെങ്കിൽ ഐ ഹാവ് ബീൻ ഡ്രൈവിംഗ് മൈ കാർ സിൻസ് 10 PM. 10 മണി മുതൽ ഞാൻ എൻ്റെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ സിൻസ് 4 PM. 4 മണി മുതൽ ഞങ്ങൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ബീൻ അറ്റൻഡിങ് ദ മീറ്റിംഗ് സിൻസ് 3 PM. ഞങ്ങൾ മീറ്റിംഗ് 3 PM മുതൽ 3 മണി മുതൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇത്ര മണി മുതൽ എന്ന് പറയുവാൻ സിൻസും ഇത്ര മണിക്കൂർ എന്ന് പറയാൻ ഫോറും ഉപയോഗിക്കുക. നേരത്തെ തുടങ്ങിയ ആക്ഷൻ ഇപ്പോഴും തുടരുന്നു എങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഹാവ് ബീൻ ചേർത്ത് വേണം പറയാൻ. അല്ലാതെ നമ്മൾ ഐ ആം വെയിറ്റിംഗ് മൈ ഫ്രണ്ട് എന്ന് പറയാൻ, ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട് എന്ന് പറയണമെങ്കിൽ അതിനുശേഷം ഈ എമൗണ്ട് ഓഫ് ടൈം അല്ലെങ്കിൽ ഇത്ര മണി മുതൽ എന്ന് ചേർക്കാതിരുന്നാൽ അതും നിങ്ങൾക്ക് പറയാം. ഓക്കെ. ഇനി ഞങ്ങളുടെ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ട് എങ്കിൽ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് കൊല്ലത്ത് നിലവിലുള്ളത്. ഒന്ന് ചിന്നക്കടയിലും മറ്റൊന്ന് കരിക്കോടുമാണ്. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ കുറെ പേര് ഓൺലൈനിൽ എൻ്റെ ക്ലാസ്സുകൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നും പഠിക്കണമെന്നും താല്പര്യമുണ്ട് എങ്കിൽ
ഓൺലൈനിൽ പഠിക്കാനും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.